സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇവിടെ നമ്മളെ കേരളത്തില് നടക്കൂല. കേസില്ല അവിടെ അല്ലേ? കേസ് ഉണ്ടാവും. ഒന്നതാ പാണ്ടിക്കാട് കുഞ്ഞോനാണ്. പാണ്ടിക്കാട് കുഞ്ഞോന് രണ്ടാമത്തെ വീഡിയോ ഇതാ. ഇതും അവനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്റെ. സെക്കൻഡ് പ്രൈസ് അടിച്ച ജിംനിക്കാർ അടിച്ച ജാസിർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആള് മാനന്തവാടിയാണ്, വയനാട് മാനന്തവാടിയാണ് ആള് വീട്. ആള് കല്യാണം കഴിച്ചിരുന്നത് കൊടകിൽ നിന്നാണ്. ഹായ് ഗൈസ്, കുഞ്ഞം പാണ്ടിക്കാടിന്റെ ലക്കി ഡ്രോ സ്കാമിനെ കുറിച്ചിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിതോടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ആണെങ്കിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് സാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായിരുന്നു. ഈ സാഫി എന്ന് പറയുന്ന വ്യക്തി ഈ വീടിന്റെ ഉടമസ്ഥന്റെ മകന്റെ സുഹൃത്തായിരുന്നു. അപ്പം ആ ഒരാൾക്കാരുടെ ഈ ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു നറുക്കെടുത്തത് അല്ലെങ്കിൽ ഈ ഒരു കൂപ്പൺ എടുത്തത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത്. അതായത് അക്വേറിയത്തിനകത്ത് മുങ്ങിത്താണ് തപ്പിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വളരെ ഡിറ്റോ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ സെക്കൻഡ് പ്രൈസും എടുത്തിട്ടുള്ളത്. സോ സെക്കൻഡ് പ്രൈസിലും ഇതുപോലൊരു തട്ടിപ്പ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസോടെ ഞാൻ ഇവിടെ സൈഡിലോട്ട് വെക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. കാര്യം ഫസ്റ്റ് പ്രൈസ് എടുത്ത എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് സെക്കൻഡ് പ്രൈസിനും വേണ്ടിയിട്ട് ഇപ്പം സൈഡിൽ നിൽക്കുന്ന ആ ഒരു ആൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പ്രൈസിൽ നടന്നേക്കുന്ന ഈ ഒരു തട്ടിപ്പും കുഞ്ഞം പാണ്ടിക്കാടിന് ഒരു കേസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഒപ്പം തന്നെ 2 വർഷങ്ങൾക്ക് മുന്നേ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ മറ്റൊരു തട്ടിപ്പോട് നടത്താനെ കൊണ്ട് കുഞ്ഞം പാണ്ടിക്കാട് ശ്രമിച്ചിരുന്നു. അതും പിന്നെ ഇവർക്കെതിരെ കേസ് കാര്യങ്ങളൊക്കെ പോയതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കത്തോടെ സംസാരിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും സെക്കൻഡ് പ്രൈസ് എന്തായാലും ഒരു കൂപ്പൺ എടുത്തല്ലോ. അതിനുശേഷം അവർ കാണിക്കുന്ന കുറച്ച് നാടകീയ രംഗങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടോ. ഹലോ, ജാസിർ ബാംഗ്ലൂരാണോ? പിന്നെ നാസർ ഖാന്റെ അവിടെ ഇതെടുത്തീന്നോ, ടിക്കറ്റ് എടുത്തീന്നോ? അപ്പൊ ഞമ്മക്ക് വല്ലതും തരുമോ? അടിച്ചാല് ഞമ്മക്ക് വല്ലതും തരുമോ? ജിന്നി ഇങ്ങക്കാണ് അടിച്ചിക്കണ്. വണ്ടി ഉണ്ടെന്ന് വണ്ടി ഉണ്ടോ? വണ്ടിയില്ലേ? സ്കൂട്ടർ അല്ലത്? അന്ന് ഇനി പെണ്ണുങ്ങളെയും കുട്ടികളായിട്ടൊക്കെ എന്ത് കാട്ടറിയോ? പിന്നെ ജിമ്മിയിൽ ഒരു കറക്കം കറങ്ങി നേരെ പാണ്ടിക്കാട്ട് കയറി. ഞമ്മക്ക് എന്തായാലും ചെലവ് ചെയ്തോളി. ഓക്കെ എന്നാ. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത് ഇയാളുടെ അഭിനയമാണെങ്കിൽ അതിനൊരു ഓസ്കാർ കൊടുക്കുക തന്നെ വേണം. അപ്പോൾ എന്തിനാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ഥലം കേട്ടല്ലോ, ബാംഗ്ലൂർ എന്നാണ് സ്ഥലം പറഞ്ഞേക്കുന്നത്. ഇനി ഇതിനെ കുറിച്ചിട്ട് ഇതേ ലക്കി ഡ്രോ എടുത്തേക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കൂപ്പൺ എടുത്തേക്കുന്ന മറ്റൊരു വ്യക്തി പറയുന്നുണ്ട്. ഈ സെക്കൻഡ് പ്രൈസ് അടിച്ചേക്കുന്ന വ്യക്തി ആരാണെന്നോ അല്ലെങ്കിൽ ഏത് സ്ഥലക്കാരനാണോ അതോടെ നിങ്ങളൊന്ന് കേട്ടോ. സെക്കൻഡ് പ്രൈസ് അടിച്ച ജിംനിക്കാർ അടിച്ച ജാസിർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആള് മാനന്തവാടിയാണ്, വയനാട് മാനന്തവാടിയാണ് ആള് വീട്. ആള് കല്യാണം കഴിച്ചിരുന്നത് കൊടകിൽ നിന്നാണ്, കൊടകിൽ നിന്നാണ്. അപ്പോൾ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നാസർക്ക് പറയുന്നത് എന്താ വെച്ചാൽ ഇത് വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട്, റീച്ച് കൂടാൻ വേണ്ടിയിട്ട് യൂട്യൂബർമാർ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് പറയുന്നത്. ഈ ജാഫർ എന്ന് പറയുന്ന വ്യക്തി മാനന്തവാടിയാണ് സ്ഥലം. ഓക്കെ, പുള്ളീനെ ആണെങ്കിൽ ബാംഗ്ലൂർ ആണെന്നുള്ള രീതിയിലാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരന്റെ ഭാര്യ കൊടകിലാണുള്ളത്. ഈ ലക്കി ഡ്രോ നടത്തുന്ന എവിടെയാണോ അവിടെ തന്നെയാണ് ഈ ഒരു ആ ഒരു വ്യക്തിയുടെ ഭാര്യയുടെ വീടും. സോ ഈ കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഇവരാണ് തരേണ്ടത് അല്ലേ? ഇവരിതുവരെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്തേക്കുന്ന സത്യസന്ധമായിട്ടാണ്, നമ്മൾ എന്താ പറയുക, അള്ളാനെ വിചാരിച്ചിട്ട് നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് വാക്കാൽ പറയുന്നല്ലാതെ ഇവരെവിടെയും തെളിവുകളോ അല്ലെങ്കിൽ ഇതിനൊരു ക്ലാരിറ്റി ഒന്നും ഇവർ നടത്തുന്നില്ല. ഇവർ നടത്തുന്ന ഒരു പരിപാടിയാകുമ്പോൾ ഇതിനോടകം തന്നെ ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഇവർക്ക് തരാൻ പറ്റില്ലേ? പക്ഷെ അതൊന്നും ഇവർ ഇതുവരെ ചെയ്തിട്ടില്ലേ. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളോട് പുള്ളി പറഞ്ഞിട്ടുണ്ട്, അതോടെ കേട്ടോ. അപ്പോൾ 22-ാം തീയതി പെട്ടിയിൽ എത്ര ടിക്കറ്റ് വീണു എന്നുള്ളത് ഒന്ന് പറയും. ഏകദേശം ഇന്നലെ മുതൽ ഒരു 500 ടിക്കറ്റ് പോയി. ഇപ്പോൾ 7000 ടിക്കറ്റ് ഈ ബോക്സിൽ പോയിട്ടുണ്ട്. ബാക്കി അപ്പോൾ 7000-ഓളം ടിക്കറ്റ് വീണപ്പോൾ നമ്മുടെ ബോക്സിന്റെ അരഭാഗത്തോളം ഫിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഏകദേശം അരഭാഗത്തോളം ഫിൽ ആയിട്ടുണ്ട്. അപ്പോൾ നാസർക്ക് എത്ര ടോട്ടൽ ടിക്കറ്റ് വിറ്റ് പോയത് നമുക്ക് പറഞ്ഞു. എന്റെ ടാർഗറ്റ് എത്തിയില്ല. ഞാൻ 15000 ടിക്കറ്റാണ് എന്റെ പിന്നെ പോയിട്ടത്. 8379 ടിക്കറ്റേ പോയിട്ടുണ്ട്. കാരണം എന്റെ എമൗണ്ട് വന്നത് തന്നെ എനിക്ക് അറിയാം, എന്റെ കണക്ക് പ്രകാരം. നാസർക്ക് പറയുന്നത് 8329 ടിക്കറ്റ് വിറ്റ് പോയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നറുക്കെടുക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് വരെ 7000 ടിക്കറ്റാണ് വിറ്റ് പോയത്, അത് ബോക്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 7000 ടിക്കറ്റ് ആയപ്പോൾ തന്നെ ബോക്സിന്റെ ഏകദേശം ഒരു അരഭാഗത്തോളം ഫിൽ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നറുക്കെടുക്കുന്ന ഈ ഒരു വീഡിയോ നോക്കി, നറുക്കെടുക്കുമ്പോൾ ഏകദേശം ബോക്സിന്റെ മുകളിൽ വരെ വന്ന് നിൽക്കുന്നുണ്ട് ടിക്കറ്റ്. അപ്പോൾ ഈ 1329 ടിക്കറ്റ് കൊണ്ട് ഈ ബോക്സ് ഫില്ലാവുമോ? ഒന്ന് അവിടെ ഒരു കളതരം ഇതാണ്. ഒന്നെങ്കിൽ ഈ നറുക്കെടുത്ത് അടിയിൽ പോയിട്ട് കൈയിട്ട് ഇത് വലിച്ചു വരുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവിടെ കൂപ്പറിൽ പടം മുറിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഇത്രയും ടിക്കറ്റും വിറ്റ് പോയിട്ടുണ്ട്. ഇവിടെയും ഒരു കളത്തരം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൊത്തത്തിലൊരു ഉടായിപ്ലിക്കേഷൻ ആണ് നടന്നിരിക്കുന്നത് അല്ലേ? അപ്പം കാര്യം 7000 മാത്രം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 7000 സംതിങ് മാത്രം ഉണ്ടായിരുന്ന കൂപ്പൺ വെറും 1000 എണ്ണം തികഞ്ഞപ്പോഴത്തേക്കിന് ഇത്രയും ഫുള്ളായിട്ട് നിറഞ്ഞ് എന്താടാവോ ഇതൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, പണ്ടത്തെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചേക്കുന്ന ഒരു കഥയില്ല. അതായത് കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കല്ലൊക്കെ ഇങ്ങനെ നിറച്ചിട്ട് ഈ വെള്ളം മണ്ടയ്ക്ക് വരെ കൊണ്ടെത്തിക്കുന്ന ഒരു കഥ കേട്ടിട്ടില്ലേ? മേ ബി അതുപോലെ ആ കല്ലിന് പകരം വേറെ എന്തെങ്കിലും ഉടായ്പ കൂപ്പൺ ഇവർ നിറച്ചാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാര്യം ഒരു 1000 എണ്ണം കൂടെ കയറിയപ്പോഴത്തേക്കും ഇത്രയും നിറഞ്ഞു എന്നുള്ളതാണ് സംശയമുള്ള കാര്യം. അടപടലം ദുരൂഹമായിട്ട് കിടക്കുന്ന ഒരു ലക്കി ഡ്രോ പരിപാടിയാണ് ഇവർ നടത്തിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റ് ഓഫ് പാണ്ടിക്കാട് എന്ന സമാന്തര ലോട്ടറി വകുപ്പിന്റെ ലോട്ടറികൾ എടുത്ത് പറ്റിക്കപ്പെട്ടെന്ന് സംശയമോ സന്ദേഹമോ പരാതിയോ ഉള്ളവർക്ക് കമന്റ് ചെയ്യാം. അതിൽ പരാതിപ്പെടാനുള്ളവർക്ക് എല്ലാവിധ നിയമസഹായങ്ങളും നൽകുന്നതാണെന്നുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ
പുള്ളി മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പാണ്ടിക്കാട് നിയമവിരുദ്ധ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലോട്ടറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായി സംസാരിച്ചു. തികച്ചും നിയമവിരുദ്ധമായി നടത്തിയ തട്ടിപ്പ് പ്രഥമ ദൃഷ്ട്യാ കുറ്റകരമാണ് എന്ന് ലോട്ടറി വകുപ്പ് അറിയിക്കുന്നു. തുടർന്ന് ഇന്റേണൽ വിജിലൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ വിങ്ങിന് സംഭവത്തിൽ രേഖാമൂലം പരാതി നൽകി. കൂടാതെ സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശങ്ങളിൽ ഉൾപ്പെടെ പ്രചരണം നടത്തിയ തട്ടിപ്പായതിനാൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ലോട്ടറികളോ സമാന കൂപ്പണുകളോ പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തുന്നതിനോ നറുക്കെടുപ്പ് നടത്തി സമ്മാനം വിതരണം ചെയ്യുന്നതിനോ സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ എന്ന നിയമം നിലനിൽക്കെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തുകൊണ്ട് 1000 രൂപ ടിക്കറ്റ് നിരക്കിൽ സീരിയൽ നമ്പറുകളും വീടും പറമ്പും ഒന്നാം സമ്മാനം തുടങ്ങി നിരവധി സമ്മാനങ്ങൾ എന്ന പേരിൽ കൂപ്പൺ ലോട്ടറികൾ പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തി കോടികളുടെ തട്ടിപ്പും നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തിനാണെങ്കിൽ ഇയാൾക്കെതിരെ കേസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പോലും കുഞ്ഞൻ പാണ്ടിക്കാട് എന്താ പറയാൻ നിങ്ങൾ കേട്ടില്ലല്ലോ, ഒന്ന് കേട്ടോ. കള്ളത്തരം കാട്ടിയെന്ന് ആളുകൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിലെ നമ്പർ 1 യൂട്യൂബറായ നമ്മളെ കേൽബ്രോ ബിജു ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ നമ്മളെ ഇപ്പം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പാട്ടുകാരിയാണ് ഈ കുട്ടി, ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാരാന്ന് എനിക്കറിയില്ല, ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോളി. ഞാൻ മാത്രമൊന്നല്ല ഇത് വീഡിയോ ചെയ്തിരിക്കുന്നത്, ഒരുപാട് ആൾക്കാർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റുകാരനല്ലാതാവുന്നില്ല. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ബാങ്ക് കൊള്ളയടിക്കാൻ പോവാണ്, ബാക്കിയുള്ള കുറേ യൂട്യൂബേഴ്സ് ഒക്കെ പോയി ബാങ്ക് കൊള്ളയടിച്ചിട്ടുണ്ട്. സോ ഞാൻ കൊള്ളയടിച്ചതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു വിരോധാഭാസമാണ് ഇപ്പം ഇയാൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്കാമൊക്കെ ഈ ഒരു തട്ടിപ്പിനകത്താണെങ്കിൽ അവർ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. സോ അവർക്കെതിരെ നടപടിയൊക്കെ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഇവരെക്കാട്ടിൽ വ്യത്യസ്തമായിട്ട് കുഞ്ഞൻ പാണ്ടിക്കാട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നേരിട്ടെത്തി ഇതാണ്ട് അതിനകത്തോട്ട് കൈയിട്ട് ഇളക്കി മറിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടിയല്ലേ നിങ്ങൾ ചെയ്തേക്കുന്നത്. അതുപോലെ ഇപ്പം ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഓക്കെ, അവർ ചെയ്ത് അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്ന വലിയ വീഴ്ചകൾ തന്നെയാണ്, തെറ്റ് തന്നെയാണ് കാര്യം. ഈ ഒരു തട്ടിപ്പിനാണെങ്കിൽ അറിഞ്ഞോ അറിയാതെ അവരും കൂട്ടി നിന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്തത്, നേരിട്ട് അവിടെ എത്തി അവരുടെ ഇൻഫർമേഷൻ എല്ലാം കേട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചിക്കിളി കിട്ടിയിട്ടുണ്ട്, ഇത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, കിട്ടാതെ 1 രൂപ പോലും കിട്ടാതെ നിങ്ങൾ ഈ പരിപാടിക്ക് എന്തായാലും നിൽക്കൂലല്ലോ. വേറെ നാട്ടുകാരുടെ തെറിവിളിയും കേട്ടിട്ട് എന്തായാലും ഇതിന് നിൽക്കൂല. എന്തായാലും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്കും കിട്ടിക്കാണും. പക്ഷേ ഇതിനെ പറ്റിയിട്ട് ഇനി ഒരു കേസ് കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ വേറെ കാര്യങ്ങൾ പുള്ളി സംസാരിക്കുന്നുണ്ട്, അതോടെ ഇങ്ങോട്ട് വെക്കാം. ഇത് നിയമവിരുദ്ധമായിട്ട് ചെയ്ത പരിപാടിയാണ് എന്നൊക്കെ പുതുതായിട്ട് വരുന്നതാണ് വീഡിയോസ്. സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇവിടെ നമ്മളെ കേരളത്തിൽ നടക്കൂല. നമ്മൾ ചെയ്തത് കർണാടക ഒരു സ്ഥലത്താണ്. അവിടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തത്. ഇവിടെ നിന്നല്ല നമ്മൾ ചെയ്തത്. അപ്പൊ ഇപ്പൊ ഈ കേസ് വന്നാലും കേസില്ല അവിടെ അല്ലേ? കേസ് ഉണ്ടാവും. കേസ് അവിടെ ആരെങ്കിലും നീ പിന്നെ ഇതാക്കിക്കണമെന്നുണ്ടെങ്കിൽ എന്താ കേരളത്തിൽ നടത്തിക്കഴിഞ്ഞാൽ കേസാണെന്നുള്ളത് ഇയാൾക്കറിയാം അല്ലേ? അതുകൊണ്ടാണ് കർണാടകയിൽ പോയിട്ട് നടത്തിക്കുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്താ, അവിടെയും കേസ് തന്നെയാണ്. അവിടെ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും കേസ് തന്നെയാണ്. സോ നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവരിവിടെ ചെയ്തേക്കുന്നത് അല്ലെ? ലക്കി ഡ്രോയുടെ പേരിൽ ഇവിടെ ചെയ്തേക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവർക്ക് വളരെ കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് അവെയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. കാര്യം ഇത് നിയമവിരുദ്ധമാണ്, ഇങ്ങനെ ചെയ്ത ഇത് തട്ടിപ്പാണെന്നുള്ള അവർക്ക് വളരെ കൃത്യമായിട്ട് അല്ലേ? ഈ ഒരു നിയമവിരുദ്ധത്തിന്റെ ഒപ്പം തന്നെ മറ്റൊരു തട്ടിപ്പ് കൂടി ഇതിനകത്ത്, അതായത് ഇതിനകത്ത് ചേർന്നേക്കുന്ന ആൾക്കാരെ എല്ലാം വലിയ രീതിയിൽ പറ്റിക്കുകയും കൂടെ ഇയാൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ വെളുപ്പിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ കേട്ടോ. നമ്മളെ 8 കൊല്ലത്തിന് ഇടക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് അടച്ചു കിട്ടുന്നത്. അത് നല്ല ഒരു 1.5 കിട്ടലാണ് കിട്ടിയത്. പക്ഷെ പേടിച്ചാലൊന്നുമില്ല. നമ്മൾ തെറ്റ് ചെയ്യാത്ത പക്ഷം നമുക്ക് ആരും പേടിച്ചേണ്ട ആവശ്യമില്ല. ഏത് വൈക്ക് വേണമെങ്കിൽ നീങ്ങാൻ നമ്മൾ റെഡിയാണ്. ഒരു തെറ്റും നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഇയാൾ പറയുന്നത് ഞാൻ ഇവിടെ തെറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള. പക്ഷെ ഇതേ വ്യക്തി തന്നെ പറയുന്നുണ്ട് ഇത് കേരളത്തിൽ നിയമവിരുദ്ധമാണ്, കർണാടകയിലും ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിയമവിരുദ്ധമാണെന്നുള്ളത് പറയുന്നുണ്ട്. സോ ഇയാൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊരു തെറ്റല്ലേ, നിയമത്തിന് മുന്നിൽ ഒരു തെറ്റല്ലേ? സോ ഇയാൾ ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്തിനാടാ ഇത്? പിന്നെ കഴിഞ്ഞ 8 വർഷത്തിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇത്. അതായത് 8 വർഷത്തിന് മുന്നേ അപ്പം ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പം അതും ചോദ്യമാണ്, അതിനൊക്കെ നിങ്ങൾ മറുപടി പറയണം. എന്തായാലും 8 വർഷത്തിന്റെ കാര്യം പറഞ്ഞു. ഈ 8 വർഷത്തിന്റെ ഗ്യാപ്പ്, അത്രയും വർഷം നമുക്ക് പോകണ്ട. ഈ കഴിഞ്ഞ 2 വർഷത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ നടത്തിയിരിക്കുന്ന മറ്റൊരു തട്ടിപ്പ് കൂടിയുണ്ട്. അതിനെ പറ്റിയിട്ട് മറ്റൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതുപോലൊരു ലക്കി ഡ്രോ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ ഇവിടെ കേരളത്തിൽ നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞതിന് ശേഷം ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം മറ്റൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. അതായത് ഈ കൂപ്പൺ എല്ലാം ആൾക്കാരെല്ലാം വാങ്ങിച്ച് പൈസ എല്ലാവരും ഒക്കെ കൊടുത്തല്ലോ. അതിനുശേഷം റീഫണ്ട് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. സോ രണ്ടാമത് ഇവർ വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയമവിരുദ്ധമായതുകൊണ്ട് ഇതിവിടെ ഒന്നും നടത്താൻ പറ്റില്ല എന്നുള്ളതാണ്. സോ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോ ഇവർ ഡിലീറ്റ് ആക്കിയിട്ട് കൂടിയില്ല. അതായത് വീണ്ടും കൂപ്പൺ വാങ്ങാനുള്ള ആൾക്കാർ വാങ്ങിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. അതിനെ പറ്റിയിട്ട് അന്ന് ഈ ഒരു പറ്റിപ്പിൽ പെട്ടുപോയിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നൊരു കാര്യമുണ്ട്, അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. സുഹൃത്തുക്കൾ 2 വാക്ക് പെട്ടെന്ന് പോകും. ഞാൻ 2 വീഡിയോ പെട്ടെന്ന് കാണിച്ചതാ. ഒന്നതാ പാണ്ടിക്കാട് കുഞ്ഞോനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്. രണ്ടാമത്തെ വീഡിയോ ഇതാ, ഇതും അവനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്റെ. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ തന്നെ ഇതേപോലെ 3000 റുപ്യ വെച്ചിട്ട് എത്ര
3000 ആളുകളാ അങ്ങാണ്ട് ഒരു നറുക്കെടുപ്പുണ്ട് പറഞ്ഞപ്പോ എനിക്കത് കണ്ടപ്പോ തന്നെ ഉടായ്പാൻ തോന്നിയപ്പോ ഞാൻ നേരെ നമ്മളെ CAG ഗ്രൂപ്പിലെ ഫൈസലിന് വോയിസ് വിട്ടു. അപ്പൊ ഫൈസല് പാവം പറഞ്ഞു ഞാൻ അവരുടെ വീഡിയോ ഒന്നും കാണലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈസല് പാവം സെർച്ച് ചെയ്ത് നോക്കിയ പാടന്ന് എന്നോട് പറഞ്ഞു മുജീബിക്കത് ഉടായ്പാണത്, നമുക്ക് ഇതിന് ഒരു വീഡിയോ ഇറക്കണം, പെട്ടെന്ന് പാവപ്പെട്ട പ്രവാസികളൊക്കെ ഇതിൽ പെട്ടുപോകും. എന്നിട്ട് ഫൈസലിന് ടെൻഷനായിട്ട് ഫൈസലിന് ഒരു വശമായിട്ട് ഫൈസൽ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസിൽ പറഞ്ഞിട്ട് നിയമവിരുദ്ധാന്ന് പറഞ്ഞു. പിന്നെ വീഡിയോ ഇറക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഫൈസൽ കുറെ ബുദ്ധിമുട്ടി പാവും ഇതിന് സത്യസന്ധത അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പറയാനുള്ളത് ഈ പാണ്ടിക്കാട് കുഞ്ഞോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉഡായിപ്പിൽ മാത്രം ജീവിക്കുള്ളൂ എന്ന് കച്ചകെട്ടി ഇറങ്ങിയ ആളാണ്. എന്നിട്ട് ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞോ ഇരുന്ന് പറയാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന്. എടാ പാണ്ടിക്കാട് പോത്തെ നീ ആദ്യത്തെ വീഡിയോ ആദ്യം ഡിലീറ്റ് ചെയ്യണ്ടേ? എന്നിട്ട് എല്ലാവരും ശക്തമായിട്ട് ഷെയർ ചെയ്തവരും അത് ഡിലീറ്റ് ചെയ്ത് പറയണ്ടേ? അത് ഈ പാണ്ടിക്കാട് കുഞ്ഞോ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നില്ല. ഉടായ്പാണ് ഇതൊക്കെ. ഇവന്റെ ക്രിമിനൽ ബുദ്ധിയിൽ മനഃപൂർവ്വം കളിച്ച് ഗെയിമാണിത്. മനഃപൂർവ്വം പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കളിച്ച ഗെയിമാണിത്. 2 ലക്ഷം റുപ്യ എങ്ങാണ്ട് വന്നിക്കിടത്തേ. ഇനി നാളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂല, ഞായറാഴ്ച ആണെങ്കിൽ മറ്റൊന്നേ പറ്റുള്ളൂ. അപ്പൊ അതിലിടക്ക് എത്ര ലക്ഷം വന്ന് വീഴും? ഇതിനൊക്കെ ഉത്തരവാദി പാണ്ടിക്കാട് കുഞ്ഞോനാണ്. പാണ്ടിക്കാട് കുഞ്ഞോ കൊടുക്കണം ഈ പാവപ്പെട്ടവരുടെ പൈസ. പാവപ്പെട്ട പ്രവാസികൾ വീടും കാര്യമൊന്നും ഇല്ലാതെ നിൽക്കണം. അപ്പൊ ഇതിൽ ഏരാവുന്ന നന്നായിട്ട് അറിയാം. വീടുകളൊന്നും ഇല്ലാതെ ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പൊ ഒരു 3000 ഒരു വീട് കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ഇതിന് ഫണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് നല്ല ഇത് നിയമവിരുദ്ധം അറിഞ്ഞിട്ട് കളിച്ച ഗെയിമാണ്. പാണ്ടിക്കാട് കുഞ്ഞോനിക്ക് ആരും പഠിപ്പിക്കണ്ട. വൃത്തികെട്ട ബുദ്ധി കംപ്ലീറ്റ് തലനുള്ളിലുള്ള തൊള്ള വൃത്തഘട്ടം പാണ്ടിക്കാട് കുഞ്ഞോനാണ്. ഇവന് ജീവിതകാലത്ത് ഇവനൊന്നും ഈ പാണ്ടിക്കാട് ഈ കുഞ്ഞോനൊന്നും അധ്വാനിച്ച് തിന്നൂല. ഈ പഴയ വീഡിയോ ഡിലേറ്റ് ആക്കാതെ ശക്തമായിട്ട് അത് ഡിലേറ്റ് ആക്കണം. നിങ്ങളത് ഷെയർ ചെയ്തൊരു ഡിലേറ്റ് ആക്കണം. ഇത് പൈസ ആക്കരുതെന്നൊന്നും ശക്തമായിട്ട് പറയുന്നത്. ഇപ്പൊ രണ്ടാമതിട്ട് അതാണ് ഇപ്പം അയാൾക്ക് ഈ പറയുന്ന നിയമവശവും കാര്യങ്ങളൊക്കെ അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു തട്ടിപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അന്നും 2 വർഷങ്ങൾക്ക് മുന്നേ ചെയ്തതും ഇതേ അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ 2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ചെയ്തതും ഇതേ നിയമം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇത് നിയമവിരുദ്ധമാണ് അറിഞ്ഞിട്ടും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ രാമനാരായണ എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അതായത് പുള്ളി ഭയങ്കര മാന്യനാണ്, ഭയങ്കര അടിപൊളിയാണെന്നുള്ളതൊക്കെയാണ് പുള്ളി പറയുന്നത്. അന്ന് മറ്റേ സിദ്ദിഖിന്റെ തോളയിൽ കൈയിടാൻ പോയപ്പോഴത്തേക്കിന് പുള്ളി തട്ടി മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു മെഴുകിക്കൊണ്ട് അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി. അതായത് കരഞ്ഞു മെഴുകി വീടിക്കകത്ത് സിദ്ദിഖ് ഇതിൻ്റെ അടുത്ത് ഇഷ്ടമുള്ള അങ്ങനെയൊക്കെ കുറെ ഈ പുള്ളിയുടെ ഒരു ദാഷ്ട്യമുണ്ടല്ലോ വീടിക്കകത്ത്. പുള്ളി എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ളത്. അതായത് പുള്ളിക്ക് നിയമം തെറ്റിക്കാം, അതൊരിക്കലും ഒരു തെറ്റല്ല. ഈ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ എന്തിനാണെങ്കിലും ബാക്കി പുള്ളി പറയുന്ന കാര്യം ഇങ്ങോട്ട് വെക്കാൻ ഞാൻ നമ്മൾ ഒരു ഗസ്റ്റ് ആയിക്കാണ്ടാണ് ഒരു ഇതാക്കിയിരിക്കുന്നത്. അപ്പോ പിന്നെ എന്താ നിങ്ങൾ തന്നെ അത് എടുക്കണം പറഞ്ഞു. ഫസ്റ്റ് വർക്ക് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത്. പക്ഷെ അതില് ഇനി മേലെന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാരും പ്രശ്നം ഉണ്ടാക്കുക, അത് സെറ്റപ്പാണ് അറിയാം. അപ്പൊ അടിയെന്ന് തോന്നിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറഞ്ഞത് 2 സെക്കൻഡ് അവിടെ നിന്നു. ഇതിനെയാണ് ന്യായീകരിച്ച് മെഴുകുക അല്ലെങ്കിൽ വീണടത്ത് കിടന്ന് ഉള്ള എന്നൊക്കെ പറയുന്നത്. എടേ നമ്മളല്ല ഇത് കേട്ട് എന്താ വെള്ളം തൊടാതെ നമ്മളെന്ത് പൊട്ടന്മാരാ. നമ്മളും തിന്നുന്നത് ചോറ് തന്നെയാണ്. നമ്മുടെ തലയിലുള്ളത് തലച്ചോറാണ്, അതായത് വേറൊന്നും പൊതിച്ചോറൊന്നും എടുത്ത് വെച്ചേക്കുന്നത്. ഇയാൾ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാനെ കൊണ്ട്. അപ്പം പുള്ളി ഭയങ്കര ഭീകരവാദിയായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഉടായിപ്പല്ല കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉടായിപ്പാണ് ഇയാൾ കാണിക്കുന്നത് അല്ലേ. എന്നിട്ട് ഇപ്പം ഇതിനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാണ്. ഇപ്പം നിങ്ങൾക്ക് ഇയാൾക്ക് ഇപ്പം അങ്ങനെ അത്തരത്തിലുള്ള ഒരു അബദ്ധം പറ്റി പോയതാണെങ്കിലും ഓക്കെ ഫൈൻ. ആ ഒരു അബദ്ധം അങ്ങനെ പോയിട്ടാണെങ്കിൽ അപ്പോഴാലോചിക്കണം ഈ അബദ്ധം അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. കുറേ ആൾക്കാരുടെ പൈസ പോയിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ അതൊന്ന് ക്ഷമിച്ചു എന്ന് തന്നെ വെറുതെ നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂടി പിന്നെയും വന്ന് ന്യായീകരിച്ച് മെഴുകിക്കൊണ്ട് കണ്ടില്ലേ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കിടന്നങ്ങ് മെഴുകുകയാണ്. എന്തെന്നാണിത്? സോ ഇങ്ങനെ ലക്കി ഡ്രോ ഈ ഒരു പരിപാടി അങ്ങും ഇങ്ങൊക്കെ കുറേ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് നടത്തുന്ന ഇത്തരം പരിപാടികളൊക്കെ നിങ്ങൾ കുറച്ച് ബോധേഡായിട്ടിരിക്കുക. കാര്യം ഇങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏത് കാര്യം ഞാൻ മുമ്പ് പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 1 രൂപയെങ്കിലും 1 രൂപ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇപ്പം ഞാൻ ഒരു വീഡിയോക്കകത്ത് ചെയ്താണെങ്കിൽ കൂടിയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ സ്വയമേ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ട്. അല്ലാതെ അവരും പറയുന്നുണ്ട് 1 രൂപ പോലും കൊണ്ട് കളഞ്ഞ് ഇത്തരം തട്ടിപ്പിലൊന്നും പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക എല്ലാവരും. സോ എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.